അത് കഴിഞ്ഞ് എനിക്ക് ആമവാദം വന്നു. ആമവാദം വന്ന് 1 മാസം കിടപ്പായിപ്പോയി. ആയുർവേദ ചികിത്സ ചെയ്തെങ്കിലും ഈ പ്രാണഹീലിംഗ് കൂടെ നിർത്തി. നമുക്ക് യഥാർത്ഥത്തിൽ അറിവാണ് വേണ്ടത്. അറിവുണ്ടെങ്കിൽ ഇതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സക്സസ് ആക്കാം പ്രപഞ്ചത്തിൽ. 20 വർഷത്തിന് മേലെയായി പ്രാണിക് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വിജയലക്ഷ്മി തുളസിദാസ്. മാം നമസ്കാരം. മാം ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് മാമിന്. ഇപ്പോൾ ഇരിക്കുന്നത് മാമിൻ്റെ അമ്മയാണ് ലളിതാമ്മ. ലളിതാമ്മ മകളാണ് അമ്മയെ ഇപ്പോൾ ഈ ഇരിക്കുന്ന നിലയിൽ എത്തിച്ചതെന്നാണ് മാം പറയുന്നത്. അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് പ്രാണ ഹീലിംഗ് വളരെ ഇഷ്ടമാണിപ്പോൾ. കാരണം പല പല അനുഭവങ്ങളും ഉണ്ടായി. ആദ്യം ഇതിനോട് അത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം എനിക്ക് കാലിൽ ഈ മുട്ടിന് വലത് കാലിൻ്റെ മുട്ടിന് താഴത്ത് ഒരു മുഴ ഉണ്ടായി എന്നിട്ട് നാരങ്ങ വലുപ്പത്തിലെത്തി മുഴ. അന്ന് വിജയലക്ഷ്മി ഇന്തോനേഷ്യയിൽ പ്രാണ ഹീലിംഗ് പഠിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ഈ വിവരം മോളെ അറിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് പേടിക്കാനൊന്നുമില്ല, സാരമില്ല, അത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയേ അതെങ്ങനെ, അത് അമ്മയുടെ കാലിൻ്റെ എവിടെയാണ് മുഴ, എത്ര വലുപ്പമുണ്ട്, ഏത് ഭാഗത്താണ് എന്നെല്ലാം എഴുതി അറിയിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അസുഖം മാറുമെന്ന് തോന്നി. മരുന്നില്ല, ഗുളികയില്ല, ഒന്നുമില്ല. ഇത് കാണുന്നില്ല, കേൾക്കുന്നില്ല, ഇത്രയും ദൂരത്തിൽ ഇതെങ്ങനെ ശരിയാവും എന്നൊരു തോന്നൽ എനിക്കുണ്ടായതുകൊണ്ട് വിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസം വരെ വേദന അതേപടി തന്നെ ഉണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ വേദന എനിക്ക് ശമനം വന്നു. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കാല് മടക്കാം, നിവർത്താം, ആ മുഴയ്ക്ക് കുറച്ച് വലിപ്പം കുറഞ്ഞു, വേദനയും കുറഞ്ഞു. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി നല്ലൊരു മരുന്നാണ്. ഈ മുഴ ഉണ്ടായിരുന്ന ഭാഗത്ത് തൊലി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു വിദ്യയാണ്. അത് കഴിഞ്ഞ് എനിക്ക് ആമവാദം വന്നു. 1 മാസം കിടപ്പായിപ്പോയി. ആയുർവേദ ചികിത്സ ചെയ്തെങ്കിലും ഈ പ്രാണ ഹീലിംഗ് കൂടെ നിർത്തി. അതിൻ്റെ പേരിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൈ വിരൽ മടക്കാം, കാല് നിവർത്താം, ബെഡിൽ നിന്ന് തന്നെത്താനേ ഞാൻ എണിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ക്രമേണ സുഖം പ്രാപിച്ചു, പഴയ നിലയിലെത്തി. പിന്നെ ഇതുവരെ ആ അസ്വസ്ഥത വന്നിട്ടേ ഇല്ല. അമ്മയ്ക്ക് ഇപ്പോൾ 92 വയസ്സായല്ലേ? അമ്മയ്ക്ക് ഇപ്പോൾ 92 വയസ്സായി. അമ്മ ഒരുപാട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ പ്രാണ ഹീലിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അമ്മയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് ഉള്ളത് നമ്മൾ നോക്കിയ ശേഷം അതാണ് ട്രീറ്റ്മെൻറ്റ്. ESR കൂടുതലായിരുന്നു, അപ്പോൾ ശരിയായി. ആമവാദം പിന്നെ എന്ന് വേണ്ട, കൈയൊക്കെ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ എന്നെ കാണിച്ചാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് അപ്പം അത് സ്റ്റോപ്പാവും. പിന്നെ തലയെല്ലാം വല്ലതും പോയി ഇടിച്ചിട്ടൊക്കെ വന്നാൽ മുഴയൊക്കെ പെട്ടെന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അപ്പോൾ അത് ഡിസപ്പിയർ ആവും. അങ്ങനെ അമ്മ ഇപ്പോൾ 92 വയസ്സായി. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇന്ന് ഇവിടെ എത്തിയത് കൂടെ. എനിക്ക് ക്ഷീണം തോന്നും, വെപ്പത്തിൽ കിടക്കാം എന്നൊക്കെ തോന്നുമാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ സുഖം പ്രാപിച്ചു വന്നത് ഈ ഹീലിങ്ങിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ സ്വന്തം അമ്മയെ തന്നെ ഹീൽ ചെയ്യേണ്ടി വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. എനിക്കങ്ങനെ ദൈവം ഒരു അനുഗ്രഹം തന്നതിന് പ്രപഞ്ചശക്തികളോട് നന്ദി പറയുന്നു. അത് എനിക്കറിയാൻ വയ്യ, അത്ര അത്ഭുതകരമായ വർക്കാണ് പ്രാണ ഹീലിംഗ് എന്ന് വെച്ചാൽ. എന്ത് കാര്യങ്ങളെയും നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നേടാൻ പറ്റും. പക്ഷെ ആരംഭത്തിലേ തന്നെ ചെയ്താൽ പെട്ടെന്ന് സുഖം പ്രാപിക്കും. ഇപ്പൊ കാലപ്പഴക്കം എത്തിയതൊക്കെ ആണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തരുടെ അസുഖങ്ങൾ അനുസരിച്ചിരിക്കും. അതായത് ചെറിയ അസുഖങ്ങളാണെങ്കിൽ പെട്ടെന്ന്, അതായത് ചുമ, ജലദോഷം, പനി, അങ്ങനെയുള്ളത്, ആസ്മ, ഇങ്ങനെയുള്ളതൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ച്. പിന്നെ ഈ കാലപ്പഴക്കമുള്ള രോഗങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഓരോരുത്തരുടെ
കാർമിക അനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് സുഖം പ്രാപിക്കുകയും ചെയ്യും. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല 100% റിസൾട്ടാണ്. പിന്നെ ചിലത് വന്ന് ചിലപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലമായിട്ട്, റിലേഷൻ പ്രോബ്ലമായിട്ട് എന്ന് വേണ്ട, അതായത് ഈ പക്ഷി മൃഗാദികൾക്ക്, സസ്യചരാചരങ്ങൾക്ക് ഫലങ്ങളില്ല എന്ന് വെച്ചാൽ അതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇത്ര കാലത്തിനിടയിലൊക്കെ അപ്പോൾ എത്രത്തോളം ഇത് ചെയ്ത് അങ്ങനെ കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്? കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ മക്കളന്ന് ചെറുതാണ് ഞാനിത് പഠിക്കുമ്പോൾ, അവരുടെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ മൂത്ത മകന് വന്ന് ചിക്കൻ പോക്സ് എല്ലാം വന്നു. അവന് വെളിനാട്ടിൽ കാനഡയിൽ പോകണമെന്ന് അവർ +2 കഴിഞ്ഞതും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ നേടി. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പിന്നെ അത് അവിടെ സെലക്ഷനായി, കോളേജ് സെലക്ഷനായി, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ അവൻ്റെ ജോലി, വീട്, കാറ് എന്ന് വേണ്ട സർവത്ര കാര്യങ്ങളും. മൂത്ത മകന് വളരെ ഫെയ്ത്താണ്. അവനും ഈ ഇത് പഠിച്ചിട്ടുണ്ട്, പ്രാണി ഹീലിങ്. 1 ഡിഗ്രി പഠിച്ചു. പക്ഷെ അവരാരും ഇരിക്കാറില്ല. പക്ഷെ ഞാനാണ് എല്ലാം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. മംഗല്യം, കുട്ടികളുണ്ടാവാത്ത ഇത്, പിന്നെ ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ അതുക്കുള്ളിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാം. പക്ഷെ കാലതാമസം, ചിലർക്ക് നമ്മുടെ കർമാസ് അനുസരിച്ച് കാലതാമസം എടുക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരും കൂടെ സഹകരിച്ചാൽ നമുക്ക് അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എനിക്ക് തൊണ്ടയിൽ ഒരു മുള്ളു കൊള്ളുന്ന കണക്കൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഇവരോട് പറഞ്ഞു. ആ കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് യോഗ, മെഡിറ്റേഷൻ, പിന്നെ അവരുടെ ഏതോ 3 ക്രിയയുണ്ട്, അതൊക്കെ ചെയ്ത ശേഷമാണ് ഇതൊരു ഹീലിങ്ങിന് പ്രവേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വേദന കാണിച്ച് എനിക്ക് ഹീലിംഗ് ചെയ്തു. ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ കുളിക്കരുത്, ഇതിൻ്റെ എഫക്റ്റ് പോകും. പിന്നെ എന്തെങ്കിലും അനുഭവം തോന്നുന്നെങ്കിൽ അത് അറിയിക്കണം. ചിലർക്ക് തണുപ്പ് തോന്നും, ചിലർക്ക് ചൂട് തോന്നും, ചിലപ്പോൾ വേദന കൂടും. അതപ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവസാനം എല്ലാം ഹീലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ തൊണ്ടയിലൊന്ന് തടവിക്കൊണ്ടങ്ങ് പോയി. എനിക്കിവിടെ എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി. പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുള്ളു പോലെ ഇങ്ങനെ തോന്നിയ വേദന ഇല്ലാതായി. ക്രമേണ കുറഞ്ഞില്ലാതായി, സുഖം പ്രാപിച്ചു. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും? ഇപ്പോൾ ഏറ്റവും മോനും എൻജിനീയറിങ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവൻ്റെ എഡ്യൂക്കേഷൻ, അവന് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവന് ഒരു പ്രശ്നം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, പിന്നെ ഒരു ചുമ, പനി, ജലദോഷം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ആ സ്പോട്ടിൽ ക്ലിയർ ആവും. ഹോസ്പിറ്റലിൽ പോകാറില്ല? അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ പോകാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർക്കൗട്ട് പെട്ടെന്നാകും. ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ്, കുറേ മാസം കഴിഞ്ഞിട്ട് പറയണമെങ്കിൽ അതൊക്കെ സമയമെടുക്കും. അല്ലാതെ നമ്മൾ ആ സ്പോട്ടിൽ പിന്നെ നമ്മുടെ വിശ്വാസമാണ്, വിശ്വാസം കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വിശ്വസിച്ചില്ല എന്ന് വെച്ചാൽ അത് വർക്കാകത്തില്ല, അത് സമയമെടുക്കും. ഈ ഇടക്കാലത്ത് എനിക്ക് ചുമയും കഫക്കെട്ടും വന്നു. സാധാരണ ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ച് പിടിക്കുന്നതാണ് പതിവ്. പക്ഷേ ഞാൻ വിചാരിച്ചൊന്ന് ഹീലിംഗ് ചെയ്ത് നോക്കാം. പക്ഷെ കുറഞ്ഞു. 10-12 ദിവസം എടുത്തു. ചുമയിന് ശേഷം മാറി, ആ കഫക്കെട്ടും മാറി. മരുന്ന് കഴിച്ചതേ ഇല്ല? അമ്മ 3 ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. പ്രാണി ഹീലിംഗ് ബേസിക്, അഡ്വാൻസ്, സൈക്കോതെറാപ്പി. അപ്പോൾ ആദ്യം പഠിച്ചത് അമ്മയായിരുന്നോ? ഇല്ല, ഞാനാ. മോള് പഠിച്ചതിന് ശേഷം അമ്മയും പഠിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് ആ നോളജ് ഉണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ അറിവാണ് വേണ്ടത്. അറിവുണ്ടെങ്കിൽ ഇതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സക്സസ് ആക്കാം പ്രപഞ്ചത്തിൽ. അപ്പം എന്തായാലും ആശുപത്രിയിൽ പോവാതെയും രോഗങ്ങൾ മാറ്റാം. വിശ്വാസം മതി. മനസ്സിന്റെ എന്താ പറയാ, മനസ്സിന്റെ ബലവും വിശ്വാസമാണ് വലുതെന്നാണ് പറയുന്നത്.